ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. മക്കൾ എങ്ങനെയുണ്ടായിരുന്നു +1 ഫിസിക്സിൻ്റെ പബ്ലിക് എക്സാം? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഓവറോൾ റിവ്യൂ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യട്ടോ. വലിയൊരു സീനോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മാത്സ് പോലെ വലിയൊരു ബുദ്ധിമുട്ടാകും അല്ലെങ്കിൽ എൻ സി ആർ ടി ഒക്കെ നല്ലോണം നോക്കി മക്കൾ. ഓക്കെ, ഓൾമോസ്റ്റ് ഇപ്പോൾ എൻ സി ആർ ടിയിൽ എക്സസൈസ് ഒക്കെ നല്ലോണം നോക്കാൻ നോക്കി. അത് നല്ലൊരു കാര്യമാണ് മക്കൾ. നിങ്ങൾ എൻട്രൻസ് എക്സാംസ് ഉണ്ട്, ആ കോമ്പറ്റീവ് എക്സാംസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളിപ്പോൾ ഈ ഒരു പാട് ശരിക്കും പഠിക്കുക എന്ന് ആദ്യം ഞാൻ പറയുകയാണ്. ഓക്കെ, എൻട്രൻസ് എക്സാമും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻസ് വരുന്ന സമയത്ത് അതൊക്കെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണം മക്കളെ. നിങ്ങൾ എൻ സി ആർ ടി നല്ലോണം തറവുക. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം ഇനി പഠിക്കുന്ന പരിപാടി ഉണ്ടാകരുത്. ഓക്കെ, +2 ഇനിയുള്ള ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ സമയത്താവട്ടെ നല്ല ക്വാളിറ്റിയിൽ പഠിക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുള്ളൂ, ബട്ട് നിങ്ങൾ നല്ലോണം നോളജ് നല്ല തറവാക്കുക കേട്ടോ. ഓക്കെ, എനിവേ നമുക്ക് ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. ഒരു പ്രശ്നം, അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു വരുന്നത് നോക്കാം കേട്ടോ. പെട്ടെന്ന് പോകാം. വലിയൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഫീഡ്ബാക്ക് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൺ വേർഡ് സെഷനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡയമെൻഷണൽ ഫോർമുല ഫോർ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ഡയമെൻഷണൽ ഫോർമുല എന്താണ്? m⁻⁻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 ⁻
the moment of inertia of a disk about an axis passing through the center and perpendicular to its plane. നമ്മൾ സെൻറ്റർ ഓഫ് മാസിൽ കൂടിയുള്ള ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യാണ് പറയേണ്ടത്. സെൻറ്റർ ഓഫ് മാസിൽ കൂടി നോർമലി പറയുന്ന സമയത്ത് ആൻസർ ആരാ വരിക? ഓപ്ഷൻ ബി mr²/2 അല്ലെങ്കിൽ ഹാഫ് mr² ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ എക്സസ് പ്രഷർ ഇൻസൈഡ് എ സോപ്പ് ബബിൾ നമ്മൾ ലിക്വിഡ് ബബിളൊക്കെ പറയുമ്പോൾ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി അല്ലെ. എക്സസ് പ്രഷർ ഇൻസൈഡ് എ സോപ്പ് ബബിൾ എന്ന് പറഞ്ഞ സമയത്ത് 4s/r ആണ് നമുക്ക് വരിക. 4s/r ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് വരിക. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ ഹീറ്റ് ഗിവൺ ടു എ സിസ്റ്റം ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി ആൻഡ് ഡൂയിങ് എക്സ്റ്റേണൽ വർക്ക്. ദിസ് ഈസ് എന്താണ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് തന്നെയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ദ കൊളീഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇലാസ്റ്റിക്. ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അല്ലേ. ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കൊളീഷൻസ് ഇലാസ്റ്റിക് കൊളീഷനാണ്. ലീനിയർ മൊമെൻറ്റവും ടോട്ടൽ കൈനറ്റിക് എനർജി ഒക്കെ കൺസേർവ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസിൻ്റെ ഡെറിവേഷൻ ഒക്കെ ചെയ്യുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കൾ? ദ കണ്ടീഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ SHMൻ്റെ കണ്ടീഷൻ എന്താ? നമുക്ക് വേണം പറയുന്ന കേസ് എന്താ? F പ്രൊപ്പോർഷണൽ ടു എക്സ് ആണ്, അല്ലെങ്കിൽ F പ്രൊപ്പോർഷണൽ ടു -x ആണെന്ന് പറയാം, അല്ലെങ്കിൽ F = -kx ആണെന്നോ. ആക്സിലറേഷൻ്റെ കേസ് ഇതുപോലെ ആക്സിലറേഷൻ പ്രൊപ്പോർഷണൽ ടു -x ആണ്. ഈ ഒരു കേസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തായി? SHMൻ്റെ കണ്ടീഷനായ റീസ്റ്റോറിങ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റ് തമ്മിലുള്ള ആ റിലേഷൻ വെച്ച് എഴുതി കഴിഞ്ഞാൽ, കാരണം ഒരു മാർക്കല്ലേ ഉള്ളൂ. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ബീഡ്സ്? എന്താണ് ബീഡ്സ്? നമ്മൾ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ബീഡ്സിൻ്റെ ഡെഫിനിഷൻ മാത്രം, അത് ബീഡ്സ് അത്രയേ ഉള്ളൂ. ഓക്കെ, ഡെറിവേഷനോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും ബോർഡ് എക്സാമിന് വരാറില്ല. ബട്ട് മക്കൾ നിങ്ങൾ ഒരു എൻട്രൻസ് എക്സാമിനൊക്കെ ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്, ബീഡ്സുമായി ബന്ധപ്പെട്ട് ബീറ്റ് ഫ്രീക്വൻസി, അവിടെ നമ്പർ ഓഫ് ബീറ്റ്സിൻ്റെ ഒക്കെയുള്ള നല്ല പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ അടി ഞാൻ പറയാണ്, നിങ്ങളൊരു ബോർഡ് എക്സാമിന് വേണ്ടി മാത്രം പഠിക്കരുത് എന്നുള്ള കേസ്. എൻസാറ്റിൽ എക്സസൈസും എൻസാറ്റിലെ സോൾവഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലോണം വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. ഇനി +2 ആണെങ്കിൽ വരുന്ന സമയത്ത് ആ ഒരു രീതിയിൽ ആദ്യം അതിന് വേണ്ടി ടൈം കണ്ടെത്തുന്നവർക്ക് അതിൻ്റെ ഷുവർലി ഒരു ടഫ്നെസ്സും വേണ്ട, ഓക്കെ, ഒരു ബുദ്ധിമുട്ടും വേണ്ട, ഒരു വിവാദത്തിനും ഒരു ചാൻസ് ഇല്ല. നിങ്ങൾ എൻസായിട്ട് നല്ലോണം പഠിക്കട്ടോ. ഓക്കെ, അപ്പോൾ ബീറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, നമുക്ക് സൗണ്ട് വേവ്സിൻ്റെ സെയിം ആംപ്ലിറ്റ്യൂഡ് ആണ്, ബട്ട് സ്ലൈറ്റ്ലി ഡിഫറൻറ്റ് ഫ്രീക്വൻസി ഉള്ള ആൾക്കാർ സൂപ്പർ ഇമ്പോസ് ചെയ്യാണ്. സെയിം ആംപ്ലിറ്റ്യൂഡ് ആണ്, ബട്ട് സ്ലൈറ്റ്ലി ഡിഫറൻറ്റ് ഫ്രീക്വൻസീസ് അവരെന്ത് ചെയ്യാണ്? സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം സൗണ്ട് ഇൻറ്റൻസിറ്റിയും മിനിമം സൗണ്ട് ഇൻറ്റൻസിറ്റിയും കേൾക്കാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് എളുപ്പത്തിൽ വാക്സിംഗ് ഉണ്ട് വാനിങ്ങിൻ്റെ കോമ്പിനേഷനാണ് ബീറ്റ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ 1 beat = 1 വാക്സിംഗ് + 1 വാനിങ് എന്നൊക്കെ എഴുതാം. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രീതിയിലൊക്കെ വരാം. ഓക്കെ, +1 ആണ്, അതൊക്കെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ എഴുതി തന്നെ നമുക്ക് നൈസായിട്ട് മാർക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ മക്കളെ. ദെൻ നമ്മൾ 2 മാർക്കിൻ്റെ സെഷനിലേക്ക് പോയാൽ 2 മാർക്കിൻ്റെ സെഷനിൽ വരുമ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ, റൈറ്റ് 2 യൂസസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓർ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ 2 ആപ്ലിക്കേഷൻസ് എന്താണ്? ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഗിവൺ ഇക്വേഷൻ, അതുപോലെ ടു ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ വേരിയസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. തന്ന ഇക്വേഷൻ ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാനും നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ 9ാമത്തെ ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അതും യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിന്ന് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ ആൾ 6.320, ആൻസർ 4 ആണല്ലേ. രണ്ടാമത് 2370, അവിടെയും ആൻസർ ആര് തന്നെയാണ് വരുന്നത്? 4 തന്നെയാണ് വരിക. ദെൻ 10ാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ, ഡിറൈവ് ദ റിലേഷൻ V = U + AT സിമ്പിളായിട്ടുള്ള ഒരു ഡെറിവേഷനാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ മോഷൻ സ്ട്രെയിറ്റ് ലൈനിലെ വെലോസിറ്റി ടൈം റിലേഷൻ വളരെ സിമ്പിൾ, വെലോസിറ്റി ടൈം ഗ്രാഫൊക്കെ വരച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന
കാര്യമുള്ളൂ. ഡിഫൈൻ പവർ റൈറ്റ്സ് ഇറ്റ്സ് യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. എപ്പോഴും ഞാൻ പറയുന്നത് മക്കളെ, വർക്ക് എനർജി ആൻഡ് പവറിൽ പവർ എന്ന് വളരെയധികം പറയും. നിങ്ങൾ മോഡൽ എക്സാമിന് വേണ്ടിയില്ല, പവർ ഈക്വൽ എഫ് ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു ഡാഷ് വെലോസിറ്റി എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ പവർ എന്താണ്? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആണ്. പി ഈസ് ഈക്വൽ W/T ആണ്, അല്ലെ വർക്ക് പെർ യൂണിറ്റ് ടൈമാണ്. അവൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ട് പറയാം, ജൂൾ പെർ സെക്കൻഡ് പറയാം, കിലോഗ്രാം m² S⁻³ പറയാം. ഡയമെൻഷൻ എന്താണ്? ml² T⁻³ ആണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു നോക്കല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. 12ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ടെന്നാണ്. കണ്ട കുട്ടികൾക്ക് അറിയാം. കുറച്ച് കുട്ടികളെ +1 കൂടുതൽ ചാനൽ ഫോക്കസ് ചെയ്യും, പക്ഷേ ആ കുട്ടികൾക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഷുവർലി ഉണ്ടായിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ നമ്പർ 12 എന്ന് പറഞ്ഞാൽ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ റിലേറ്റഡ് വിത്ത് തെർമൽ എക്സ്പാൻഷൻ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ബോഡിക്ക് അല്ലെങ്കിൽ ബോഡിയുടെ വോളിയം എന്താണ്, ഏതൊരു സബ്സ്റ്റൻസിൻ്റെ വോളിയം എന്താണ് എക്സ്പാൻഡ് ചെയ്യാൻ സംഭവിക്കുക, അല്ലെങ്കിൽ വോളിയം കൂടെയാണ് ചെയ്യുക, ഷ്രിങ്കിങ് അല്ല. പക്ഷേ വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, 0°C മുതൽ 4°C വരെ വാട്ടറിൻ്റെ വോളിയം കുറയാണ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് സാധാ പോലെ എല്ലാവരും പോലെ തന്നെയാണ് പരിപാടി. ഈ ഒരു സംഭവമാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. പറ്റെങ്കിലും ഗ്രാഫൊക്കെ വയ്ക്കാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് എക്സ്പ്ലനേഷൻ മാത്രമേ ചോദിച്ചുള്ളൂ. ടൈമൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ, കാരണം വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടില്ല, അതാണ് പറഞ്ഞത്. ടൈമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഗ്രാഫൊക്കെ വരച്ചാൽ നന്നായിരിക്കും, നിർബന്ധമൊന്നുമില്ല. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്. ദ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് എന്ന് പറയുന്ന തെർമോഡൈനാമിക്സിലെ ആ ഒരു ടോപ്പിക്ക് -dQ/dt = K × T2 - T1. അതിൻ്റെയൊക്കെ ഹെവി പ്രോബ്ലംസ് ഒക്കെയാണ് മക്കൾ നോക്കിയിട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, അതിന് ഒരു നഷ്ടമില്ല കേട്ടോ, അതൊന്നും എവിടെയും പോയിട്ടില്ല, അതൊക്കെ അവിടെ തന്നെ നിന്നോട്ടെ, മറന്നു പോകാതിരിക്കാൻ നോക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ 14th ക്വസ്റ്റ്യൻ. റൈറ്റ് ദ CV ആൻഡ് CP വാല്യൂ ഓഫ് 1 mole ഓഫ് ഡയറ്റോമിക് ഗ്യാസ്. CVയും CPൻ്റെ വാല്യൂ നമുക്ക് ആ ഒരു ചെറിയൊരു ഡെറിവേഷൻ ഉണ്ട്. അവിടെ 7/5 ആണ് ഗാമ വരുന്നത് CP/CV. അതിൽ CV എത്രയാണ്? 5/2 R ആണ്, ക്യാപിറ്റൽ R, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. CP ആരാണ്? 7/2 R. CV 5/2 R-ഉം CP ആണ് കേട്ടോ 7/2 ക്യാപിറ്റൽ R, 7/2 ക്യാപിറ്റൽ R. ഇത്രയും കാര്യങ്ങളാണ് 2 മാർക്കിനുണ്ടായിരുന്നത്. 3 മാർക്കിൻ്റെ സെഷനിലേക്ക് പോകുമ്പോൾ 15ാമത്തെ ക്വസ്റ്റ്യൻ കിട്ടുന്നു. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ പാരലലോഗ്രാം ഓഫ് വെക്ടർ അഡീഷൻ. ഡയറക്റ്റ് ആയിട്ട് വന്നത് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റൈറ്റ് ദ അല്ലെങ്കിൽ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻറ്റ് വെക്ടർ ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ് എന്നൊക്കെ വേണ്ടി ഇൻഡയറക്റ്റ് വയ്ക്കുക. സിമ്പിളായിട്ടുള്ള പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ്റെ കേസ്, തൊട്ട് മോഷൻ പ്ലെയിനിലൊക്കെ സ്റ്റേറ്റ്മെൻറ്റും ആ ഒരു ഡെറിവേഷൻ്റെ കേസൊക്കെ എടുത്ത് പറഞ്ഞതാണ്. R = √(a² + b² + 2ab cos θ) ഒക്കെ ആ ഒരു ടോപ്പിക്സ് ഒക്കെ പറഞ്ഞാൽ നന്നായിരിക്കും. കാരണം ഡിറൈവ് ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പം നോക്കിയും കണ്ടൊക്കെ മാർക്കിനനുസരിച്ച് കുറേ കുട്ടികൾ ഡിറൈവ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും ടൈമൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, ദെൻ 16ാമത്തെ ക്വസ്റ്റ്യൻ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ F = ma. ഓക്കെ, മോഡൽ എക്സാമിന് ഈ സാധനം വന്നില്ല, അപ്പോൾ തന്നെ ഉറപ്പിച്ചേക്ക് F = ma വിട്ട് കളിയില്ല മക്കളെ. ന്യൂട്ടൻ്റെ സെക്കൻഡ് നിങ്ങൾ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. F = ma ഡെറിവേഷനൊക്കെ നൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 7 കെപ്ലർസ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. അപ്പോൾ 3 ലോയും, ലോ ഓഫ് ഓർബിറ്റും ലോ ഓഫ് ഏരിയയും ലോ ഓഫ് പീരിയഡ്സും 3 പറഞ്ഞിട്ടുണ്ടാവണേ. ദെൻ 18ാമത്തെ ക്വസ്റ്റ്യൻ യങ്സ് മോഡുലസ് എന്താണ്? റൈറ്റ് ഇറ്റ്സ് SI യൂണിറ്റ്. റേഷ്യോ ഓഫ് ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ ആണ് അവൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ സ്ട്രെസ്സിൻ്റെ. കാരണം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെയിൻ യൂണിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള കിലോഗ്രാം ml⁻⁻1 T⁻². അപ്പോൾ kg m⁻⁻1 S⁻², അല്ലെങ്കിൽ Nm/m² എന്നോ പാസ്കൽ എന്നൊക്കെ എഴുതാം. അതിനൊക്കെ മാർക്ക് കിട്ടും. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ് പാസ്കൽസിലോ. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം വരയ്ക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു ഔട്ട്ലൈനൊക്കെ കൊടുത്തിട്ട് F1/A1 = F2/A2 ആണെന്ന് പറയുന്നു. പറ്റുമെങ്കിൽ പാസ്കൽസിലോൻ്റെ കോൺസെപ്റ്റ് ഒക്കെ എഴുതിയേക്കാൻ നന്നായിരിക്കും കേട്ടോ. പാസ്കൽസിനൊന്നും ചോദിച്ചിട്ടില്ല. ക്വസ്റ്റ്യൻ നമ്പർ 20 എന്താണ്? റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി എക്സിക്യൂട്ടിംഗ് SHM ആൻഡ് ഡ്രോ ദിയർ വേരിയേഷൻസ് ഇൻ എ ഗ്രാഫ്. കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷനുകൾ ചെയ്തിട്ടുണ്ടാകും. കൈനറ്റിക് എനർജി ½ mv² ആണ്. അവിടെ V എന്താണ്? SHMൻ്റെ വെലോസിറ്റി -a⍵ sin ωt + ϕ ആണ്. അപ്പോൾ ½ m × a² ω² അവിടെ ചെയ്തിട്ടുണ്ടാവും sin² ωt + ϕ. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, ½ KA² sin² ωt + ϕ. കുറേ കുട്ടികൾ കോഴ്സിലാണ് ചെയ്തിട്ടുണ്ടാവുക, പ്രശ്നമില്ല. അപ്പോൾ അതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജിയിൽ മാറിയിട്ടുണ്ടാവും. ഞാൻ കോഴ്സ് വെച്ചിട്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് പറയാം, അതുകൊണ്ടാണ് എനിക്ക് വെലോസിറ്റി സൈൻ കിട്ടി. ഇപ്പോൾ പറയുന്നത് ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ കുറേ ആൾക്ക് കൺഫ്യൂഷൻ വരുന്നൊരു ഏരിയ ആണിത്. ഞാൻ കോഴ്സ് വെച്ചിട്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് പറയാറുള്ളത്, അതുകൊണ്ടാണ് എൻ്റെ വെലോസിറ്റി സൈൻ ആയത്. കാരണം ഡിഫറൻഷ്യേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ എനർജി വരിക? ½ kx² ആണല്ലോ. നമ്മൾ സ്പ്രിങ്ങിൻ്റെ സ്ട്രെയിൻ ഒക്കെ കാരണം
കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ അല്ലേ, ഹാഫ് കെ എക്സ് സ്ക്വയർ. ഇവിടെ എക്സ് എന്താണ്, എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്. അപ്പോൾ ഹാഫ് കെ ഇൻറ്റു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് സ്ക്വയർ ചെയ്യുക, എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ്. അങ്ങനെയല്ല മക്കൾ നമ്മൾ ടോട്ടൽ എനർജി ഹാഫ് കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് പ്ലസ് ഹാഫ് കെ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചാൽ മതി. ഇതുപോലെ തന്നെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും ഹാഫ് കെ എ സ്ക്വയർ. ആ ഗ്രാഫ് നമ്മളൊരു മുകളിലോട്ട് താഴേക്കും ബെൻഡിങ് വരുന്ന ആ ഗ്രാഫ് നിങ്ങൾ വരച്ചിട്ടുണ്ടാവും, ആ കേർവിലേക്കുള്ള ഗ്രാഫ്. Question number 21, explain the speed of longitudinal wave and the right the value of speed of sound at 0 degree Celsius after Laplace correction. അപ്പോൾ സ്പീഡ് ഓഫ് ലോഞ്ചിറ്റുള്ള വേവിനെ കുറിച്ച്, അതായത് സൗണ്ട് വേവിൻ്റെ കേസ് നമ്മൾ പറയാറില്ല. അപ്പോൾ ലോഞ്ചിറ്റുള്ള സൗണ്ട് വേവിൻ്റെ കേസാണ് ചോദിക്കുന്നത്. വി സിക്കുള്ള റൂട്ട് ഓഫ് പി ബൈ റോനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുന്നു. നമ്മളെ ന്യൂട്ടൺസ് ഫോർമുല, ന്യൂട്ടൺ പറഞ്ഞ ഐസോതെർമലാണ്, 280 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ബൾക്ക് മോഡുലസ് പ്രഷറാണ്, ആ കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷം നമ്മൾ ലാപ്ലേസിൻ്റെ കോൺസെപ്റ്റ് വരുന്ന സമയത്ത് അത് അഡിയാബാറ്റിക് പ്രോസസ്സാണ്, ഐസോതെർമൽ അല്ല. അതുകൊണ്ട് ബൾക്ക് മോഡുലസ് പ്രഷർ അല്ല, ഗാമ ടൈംസ് പ്രഷറാണ്. സോ ദ എക്സ്പ്രഷൻ ഫോർ സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ വേവ് ഓർ സൗണ്ട് വേവ് ഇൻ എയർ അറ്റ് എസ് ടി പി എന്നൊക്കെ പറയുമ്പോൾ വി സിക്കുള്ള റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ നമ്മൾ 331.3 മീറ്റർ പെർ സെക്കൻഡ് എന്നൊക്കെ പറയുന്ന ആ കാര്യമാണ് അവിടെ എഴുതി വെക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് 4 മാർക്കിൻ്റെ സെഷനിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് 22ാമത്തെ ക്വസ്റ്റ്യൻ കിട്ടുന്നത്. സ്റ്റേറ്റ് വർക്ക് എനർജി തിയറം. വർക്ക് ഈക്വലി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. അതിൻ്റെ കുറച്ചൊരു ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതുക. ഇറ്റ് സ്റ്റേറ്റ്സ് ആയിരുന്നൊക്കെ പണ്ട് വെച്ച് എഴുതിക്കൊള്ളുക. ദെൻ ബി പാർട്ട്, വാട്ട് ഈസ് എ കൊളീഷൻ, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഡിഫറെൻറ്റ് ടൈപ്സ്. കൊളീഷൻ്റെ ഔട്ട്ലൈൻ പഠിക്കണമെന്ന് ഞാൻ അവർ ക്വസ്റ്റ്യൻ റയർ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. എന്താണ് കൊളീഷൻ, കൊളീഷൻ്റെ ഒരു ഔട്ട്ലൈൻ കാര്യങ്ങളൊക്കെ പറയാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ്? ഇലാസ്റ്റിക് കൊളീഷൻ ഉണ്ട്, ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഉണ്ട്. ഇലാസ്റ്റിക് കൊളീഷൻ ആകുമ്പോൾ ടോട്ടൽ ലീനിയർ മൊമെൻറ്റും ടോട്ടൽ കൈനറ്റിക് എനർജിയും കൺസേർവ് ആണ്. ഇൻഇലാസ്റ്റിക് ആണെങ്കിലോ ടോട്ടൽ ലീനിയർ മൊമെൻറ്റും കൺസേർവ് തന്നെയാണ്, പക്ഷേ ടോട്ടൽ കൈനറ്റിക് എനർജി എന്തല്ല, കൺസേർവ് അല്ല. എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് പറയാം. സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ കൊളീഷൻസ്, എലമെൻ്ററി പാർട്ടിക്കിൾസിൻ്റെ കൊളീഷൻസ് ഒക്കെ ഇലാസ്റ്റിക് കൊളീഷൻസിലാണ് വരിക. ഇതേസമയം വെഹിക്കിൾസിൻ്റെ ആക്സിഡൻറ്റ് സംഭവിക്കുന്ന കേസൊക്കെ നമ്മൾ ഇൻഇലാസ്റ്റിക്കിലാണ് പറയാം കേട്ടോ. ഓക്കെ, ദെൻ ഇലാസ്റ്റിക് കൊളീഷൻസ് പറയുമ്പോൾ അതിന് ഫിസിക്കൽ കോൺടാക്റ്റ് ഉണ്ടാവണം എന്നുള്ള കാര്യമൊന്നുമില്ല, അതൊന്നും വേണമെന്നില്ല. ഓക്കെ, കാരണം 2 മാർക്കേ ഉള്ളൂ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 23, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ടോർക്ക് ആംഗുലർ മൊമെൻറ്റ്. ടോർക്കിനെ കുറിച്ച് ആംഗുലർ മൊമെൻറ്റിനെ കുറിച്ച് ചെറിയൊരു ഔട്ട്ലൈൻ ഉണ്ടാകും. ടോർക്ക് എന്താണ്, മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് ആണ്, റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ആണ്, ടേണിംഗ് എഫക്റ്റ് ഓഫ് ഫോഴ്സ് ആണ്, ടോ വെക്ടർ ഇസ് ഈക്വൽ ആർ വെക്ടർ ക്രോസ് എഫ് വെക്ടർ ആണ്, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ആർ എഫ് സൈൻ തീറ്റയാണ്. എത്ര കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ ഇതേ സമയം ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റമാണ്. റൊട്ടേഷണൽ അനലോഗ് ഓഫ് മൊമെൻറ്റം അല്ലെങ്കിൽ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെൻറ്റമാണ്. എൽ വെക്ടർ ഇസ് ഈക്വൽ ആർ വെക്ടർ ക്രോസ് പി വെക്ടർ ആണ്. എൽ ഇസ് ഈക്വൽ ആർ പി സൈൻ തീറ്റയാണ് കേട്ടോ മാഗ്നിറ്റ്യൂഡ് വരിക. അല്ലെങ്കിൽ എൽ വെക്ടർ ഇസ് ഈക്വൽ ആർ പി സൈൻ തീറ്റ എൻ ക്യാപ്പാണ് വരിക. യൂണിറ്റ് ഡയമെൻഷൻ ഒക്കെ പറ്റുമെങ്കിൽ അതൊക്കെ എഴുതി കൊടുത്താൽ നന്നായിരിക്കും. ടോർക്കിന് യൂണിറ്റ് ജൂൾ പറയാം, കിലോഗ്രാം എം സ്ക്വയർ എസ് റേസ് ടു -2 പറയാം. ഇതേസമയം ആംഗുലർ മൊമെൻറ്റം ആണെങ്കിൽ ജൂൾ സെക്കൻഡ് പറയാം, അല്ലെങ്കിൽ കിലോഗ്രാം എം സ്ക്വയർ എസ് റേസ് ടു -1 പറയാം. ടോർക്കിൻ്റെ ഡയമെൻഷൻ എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ആണ്. ആംഗുലർ മൊമെൻറ്റ് എം എൽ സ്ക്വയർ ടി റേസ് ടു -1 ആണ്. അങ്ങനെ എത്ര കാര്യങ്ങൾ. ആംഗുലർ മൊമെൻറ്റ് പ്ലാങ്ക് കോൺസ്റ്റന്റ്, അത് ഡയമെൻഷൻ, അതൊക്കെ പറഞ്ഞ് നമ്മൾ ഇഷ്ടം പോലെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. ചെറിയൊരു എക്സ്പ്ലനേഷൻ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. പിന്നെയാണ് ടോർക്കും ആംഗുലർ മൊമെൻറ്റും നമ്മൾ റിലേഷൻ എഴുതാനേ ഉള്ളൂ കേട്ടോ. ടോ വെക്ടർ ഇസ് ഈക്വൽ ഡി ബൈ ഡി ടി എൽ വെക്ടർ. നോർമലി ഡെറിവേഷൻ വരുന്ന മാറ്റിയിട്ട് ഇത് ഇക്വേഷൻ മാത്രം ചോദിച്ചു. ഓക്കെ, അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യനൊക്കെ വളരെ സിമ്പിൾ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 24 പോവുകയാണ് മക്കളെ. ഇല്ല, എന്ത് ഡൗട്ടും മക്കൾ നിങ്ങൾ ചോദിച്ചോട്ടെ. അതിലെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ മാർക്ക് കിട്ടോ ഇല്ലെന്നൊക്കെ ഇനി ഫുള്ളിന് കരച്ചിലായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല നീറ്റായിട്ട് എഴുതി തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 24 എ പാർട്ട്, വാട്ട് ഡു യു മീൻ ബൈ എസ്കേപ്പ് സ്പീഡ്. നമ്മൾ ഗ്രാവിറ്റേഷനിൽ പോയി. ഇറ്റ് ഈസ് ദ മിനിമം സ്പീഡ് റിക്വയർഡ് ടു എസ്കേപ്പ് ആൻ ഒബ്ജക്റ്റ് ഫ്രം ദ ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് എർത്ത് ആണല്ലേ. ഓക്കെ, അതാണ് ഗ്രാവിറ്റേഷണൽ എസ്കേപ്പ് സ്പീഡ്. അതിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷനാണ് ചോദിച്ചത്. വി സിക്വൽ റൂട്ട് ഓഫ് 2gm ഡിവൈഡഡ് ബൈ ആർ, അല്ലെങ്കിൽ വി സിക്വൽ റൂട്ട് 2gr. 2gr പറയുമ്പോൾ സ്മോൾ ജി ആണ്. അതിന് ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ബൈ ആർ ഇൻറ്റു 2 ന്യൂമറേറ്ററിലുണ്ട്. അതിൻ്റെ ഡെറിവേഷനാണ് ചെയ്യേണ്ടത്. 11.2 km/s ആണ് നമ്മൾ എർത്തിൻ്റെ എസ്കേപ്പ് സ്പീഡ് നോക്കി നിങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ടാകാം. അത് ചോദിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ടൈം ബീയിങ് ആയിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അതൊക്കെ നന്നായിരിക്കും. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 25 എ പാർട്ട്, ഐസോതെർമലും അഡിയാബാറ്റിക് പ്രോസസ്സ് എന്താണ്? ഐസോതെർമൽ എന്ന് പറഞ്ഞ സമയത്ത് ഇറ്റ് ഈസ് എ തെർമോഡൈനാമിക് പ്രോസസ് അറ്റ് വിച്ച് ടെമ്പറേച്ചർ റിമൈൻസ് എ കോൺസ്റ്റൻറ്റ്. പി വി ഈക്വൽ ടു NRT, അതായത് പി വി സി ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. അഡിയാബാറ്റിക്കൽ ദർ ഈസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ഫ്ലോ ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ആണ് എന്നൊക്കെ പറയാം. പി വി റേസ് ടു ഗാമ ഒരു കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ടി വി റേസ് ടു ഗാമ -1 ഒരു കോൺസ്റ്റൻ്റ് ആണ്. അത്ര കാര്യങ്ങൾ മതി 2 മാർക്കിന്. ദെൻ അവിടെ വർക്ക്, ഐസോതെർമലിൻ്റെ വർക്കിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷൻ, ഇതൊരു വർക്ക് വരാറുണ്ട് എപ്പോഴും. ഐസോതെർമൽ അഡിയാബാറ്റിക്, ഇതിൽ അടുത്തോലെ അഡിയാബാറ്റിക് ആവാം. ഓക്കെ, ഐസോതെർമലിൻ്റെ വർക്കിൻ്റെ ഇക്വേഷൻ NRT ലോഗ് V2/V1 ഡെറിവേഷനാണ് മക്കളെ. ദെൻ 5 മാർക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 26 ABC 3 സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ച് ചെറിയ മുകളിലോട്ടൊന്ന് വരച്ചിട്ടുണ്ടാകും. ദെൻ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, നമുക്ക് ആ ഗ്രാഫിൻ്റെ യൂസസ് പറയാം. അത്രയേ ഉള്ളൂ. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താണ്, ആക്സിലറേഷൻ ആണ്, ഏരിയ എന്താണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇത്ര തന്നെയാണ്. ഓക്കെ, നമുക്ക് ഏത് സമയത്തുള്ള വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതൊക്കെ വേണം 3ാമതൊരു പോയിൻ്റ് ആയിട്ട് എഴുതാം.
ദെൻ എസ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് ഇ ടി സ്ക്വയറിൻ്റെ ഡെറിവേഷൻ ചെയ്തിട്ടുണ്ടാവില്ല മക്കളെ. ട്രയാങ്കിളിൻ്റെ ഏരിയ റെക്റ്റാങ്കിൾ ഏരിയ ഒക്കെ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ആവറേജ് സ്പീഡൊക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ഏത് വെച്ചാലും പ്രശ്നമില്ല, ഗ്രാഫ് വെച്ച് ചെയ്താൽ നന്നായിരിക്കും. കാരണം വി ടി ഗ്രാഫ് ഏത് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ, വി ടി ഗ്രാഫ് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രയാങ്കിളിൻ്റെ ഏരിയ റെക്റ്റാങ്കിൾ ഏരിയ അത് വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ടാവണേ, അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 27 ഫിഗർ കണ്ടാൽ തന്നെ അറിയാം അത് പ്രൊജക്റ്റൈലാണ്. ഡേ പാർട്ട് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ ബോഡി ചെയ്തിട്ടുണ്ടാവില്ല മക്കളെ. എച്ച് ഇസ് ഈക്വൽ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2Gയുടെ ഡെറിവേഷൻ അടിച്ച് ഓടിച്ച് നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് അറിയാം. ദെൻ അതിൽ ബി പാർട്ട് ഒരു സിമ്പിൾ പ്രോബ്ലമാണ്. ഇതേ പ്രോബ്ലം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ അത് പറയുന്നുണ്ട്. എച്ച് സിക്വൽ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2G. ഐ തിങ്ക് 2017 മാർച്ചിൻ്റെ ക്വസ്റ്റ്യൻ വരും. അത് 5-10 കുട്ടികളെ കണ്ടു മതി, ആ കുട്ടികൾ അതിൻ്റെ ഹഡ് വരെ. ഇത് സിമ്പിൾ പ്രോബ്ലമാണ്. ഇപ്പോൾ ഒരു സിമ്പിൾ ആയുള്ള കാര്യമാണ്. യു സ്ക്വയർ 28ൻ്റെ സ്ക്വയർ സൈൻ സ്ക്വയർ 30 ഡിവൈഡ് ബൈ 2 × G 9.8 ചെയ്താൽ അത്രയും മീറ്റർ കിട്ടും. സോറി റേഞ്ച് ആണല്ലേ ചോദിച്ചാൽ, റേഞ്ച് ആണല്ലേ. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ സിക്വൽ യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ G. അപ്പോൾ യു സ്ക്വയർ എന്താണ് 28ൻ്റെ സ്ക്വയർ ഇൻറ്റു സൈൻ 2 × 30 ഡിവൈഡഡ് ബൈ 9.8. അത് എത്രയാണോ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ദെൻ അറ്റ് വാട്ട് ആംഗിൾ പ്രൊജക്ഷൻ ഈസ് ദ ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം റേഞ്ച് കിട്ടുന്ന ആംഗിൾ എത്രയാണ് മക്കളെ? 45 ഡിഗ്രി ആണെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ, പ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 28 ABC ഉണ്ട്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഉണ്ട് കേട്ടോ, സ്റ്റേറ്റ് മാത്രമല്ല. ഇറ്റ് ഇസ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ദെൻ ദെയർ ലീനിയർ മൊമെൻറ്റം റിമെയിൻസ് എ കോൺസ്റ്റൻ്റ് ആണ്. ആ രീതിയിൽ പറയാം. എന്നിട്ട് അതിൻ്റെ പ്രൂഫ് നമുക്ക് ന്യൂട്ടൻ്റെ സെക്കൻഡിൽ വെച്ചിട്ട് ഏത് പ്രൂഫായാലും പ്രശ്നമില്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ. ന്യൂട്ടൻ്റെ സെക്കൻഡിൽ വെച്ചിട്ട് എഫ് ഇക്വൽ dp ബൈ dt ആണ്. എഫ് ഇസ് ഇക്വൽ 0 ആണെങ്കിൽ dp ബൈ dt 0 ആണ്. അങ്ങനെ ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ പി ഒരു കോൺസ്റ്റൻ്റ് ആണ്. നൈസ് ആണ്, അത്ര മതി. വാട്ട് ഈസ് ഫ്രിക്ഷൻ? മെൻഷൻ ഇറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ്. ഫ്രിക്ഷൻ എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്, റെസിസ്റ്റീവ് ഫോഴ്സ് ആണ്. വെൻ ദർ ഈസ് എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു സർഫേസസ് ഇൻ കോൺടാക്ട് എന്നൊക്കെയാണ് നമ്മൾ പറയുക. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് എന്താണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്. എന്താണ് സ്റ്റാറ്റിക്, എന്താണ് കൈനറ്റിക് എന്ന് എഴുതാൻ നന്നായിരിക്കും. കൈനറ്റിക് ഫ്രിക്ഷൻ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു 2 ആണ്. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട് റോളിംഗ് ഫ്രിക്ഷൻ ഉണ്ട്. അതൊക്കെ എഴുതാൻ നന്നായിരിക്കും കേട്ടോ. ദെൻ അറ്റ് ഇക്വിലിബ്രിയം ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി എന്താണ്? 0 ആണ്. അത് ചിലപ്പോൾ കുറേ ആൾക്കാർ നോക്കാതെ ഒരു ഔട്ട്ലൈൻ നോക്കി കുട്ടി ചിലപ്പോൾ ഒരു കൺഫ്യൂസിംഗ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അതേ ഉള്ളൂ. വേറെ എന്ത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? ഓക്കെ, ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ആ ഒരു ബോഡിയിൽ നെറ്റ് ഫോഴ്സ് ഉണ്ടാവില്ല. കാരണം ഇത് ലീനിയർ മൊമെൻറ്റ് കൺസേൺ നേരെ തിരിച്ചു വയ്ക്കുന്ന ഒരു പരിപാടിയാണ്. കാരണം നെറ്റ് ഫോഴ്സ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനക്ക് ആക്സിലറേഷൻ ഉണ്ടാവില്ല മീൻസ് ആ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് സംഭവം. അതാണ് ഇക്വിലിബ്രിയം ഓഫ് എ റിജിഡ് ബോഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേ സമയം റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ നേരെ തിരിച്ച് നെറ്റ് ടോർക്ക് ആയിരിക്കും 0 ആകുക കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്ട്രീം ലൈൻ ഫ്ലോ? എന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ? നിങ്ങൾ ഇതിന് അറ്റ് എ ഗിവൺ പോയിന്റ് ഫ്ലൂയിഡ് മോളിക്യൂൾസ് പോകുന്നത്, ലിക്വിഡ് മോളിക്യൂൾസ് പോകുന്നത് എന്താണ്? സെയിം വെലോസിറ്റിയിലാണ് ഒരു ഗിവൺ പോയിന്റിൽ അവർ പാസ് ചെയ്ത് പോകുന്നുണ്ടാവുക. ഒരു റെയ്നോൾഡ്സ് നമ്പർ നോക്കുകയാണെങ്കിൽ <1000 ആണ് വരിക. പിന്നെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ടാൻജൻ്റ് കേസൊക്കെ ഡയറക്ഷനുമായി ബന്ധപ്പെട്ട് ടാൻജൻ്റ് കേസ് പറയാൻ പറ്റും. പാരലൽ ആയിട്ടുള്ള കേസൊക്കെ നമ്മൾ ലാമിനാർ ഫ്ലോൻ്റെ കേസൊക്കെ കണക്ട് ചെയ്ത് ലാമിനാർ ഫ്ലോ ആണെന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കൺസർവേഷൻ ലോസ് ഒക്കെ ഒബേ ചെയ്യുന്ന കേസൊക്കെ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും. ചെറിയൊരു ഔട്ട്ലൈൻ ഉണ്ടെങ്കിൽ തന്നെ മാർക്ക് അവിടെ നൈസ് ആയിട്ട് കിട്ടും. സ്റ്റേറ്റ് ബെർണോളിസ് പ്രിൻസിപ്പൽ. ഡെറിവേഷൻ വന്നു ഇല്ല. ബെർണോളിസ് പ്രിൻസിപ്പൽ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ബെർണോളിസ് പ്രിൻസിപ്പൽ എന്താണ്? ഫോർ എൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് നമുക്ക് എന്ത് വിളിക്കാൻ വേണ്ടി പറ്റും? ഐഡിയൽ ഫ്ലൂയിഡ് പറയാം, അല്ലെങ്കിൽ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡാണ്. സ്റ്റഡി ഫ്ലോ ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. പ്രഷർ എനർജി per unit volume, kinetic energy per unit volume, potential energy per unit volume is a constant. P plus half rho v square plus rho ഒരു കോൺസ്റ്റൻ്റ് ആണ്. അത്ര മാത്രമേ വേണ്ടൂ. പക്ഷേ അതിലൊക്കെ നല്ലൊരു ലെവൽ സാധനങ്ങളൊക്കെ മക്കൾ നിങ്ങൾ നോക്കിട്ടോ, കാരണം എൻട്രൻസ് ഒക്കെ വരുന്ന സമയത്ത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് വിസ്കസ് ഫോഴ്സ് ആൻഡ് എക്സ്പ്ലെയിൻ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. വിസ്കസ് ഫോഴ്സ് എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻ ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ വിസ്കസ് ഫോഴ്സ് എന്ന് വിളിക്കുക. അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി നമ്മൾ ഈറ്റനെ കുറിച്ച് പറയണം, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ഈറ്റ എ വി ബൈ എൽ. ന്യൂട്ടൻ്റെ വിസ്കസ് ഫോർമുലൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ പറയാം. ഓക്കെ, ഈറ്റനെ കുറിച്ച് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുത്താൽ മതി. ഈറ്റ എഫ് ഇസ് ഈക്വൽ ഈറ്റ എ വി ബൈ എൽ ആണ്. ആ ഒരു ഇക്വേഷനൊക്കെ ഇത് നന്നായിരിക്കും. ന്യൂട്ടൻ്റെ വിസ്കസ് ഫോർമുല വെച്ചിട്ട് ഈറ്റ പറയുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ നമുക്ക് എന്ത് പറയാം? ഈറ്റ എന്ന് പറയുമ്പോൾ കോഎഫിഷ്യൻ്റ് വിസ്കോസിറ്റിന് യൂണിറ്റ് കിലോഗ്രാം m⁻⁻1 s⁻⁻1 ആണ്. അതുകൊണ്ട് തന്നെ ഡയമെൻഷൻ ml⁻⁻1 t⁻⁻1 ആണ്. അല്ലെങ്കിൽ എസ് യൂണിറ്റ് പോയിസെല്ലി എന്ന് എഴുതാം കേട്ടോ. CGS യൂണിറ്റ് ഒക്കെ വരുമ്പോൾ പോയിസ് ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, പിന്നെ വിസ്കോസിറ്റിയുമായിട്ടുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ഒക്കെ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാൻ നന്നായിരിക്കും. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് കുറയുമെന്നും ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് വിസ്കോസിറ്റി ഓഫ് ഗ്യാസ് കൂടുമെന്ന്. ഞാൻ ഇപ്പം പറഞ്ഞത് എക്സ്ട്രാ ആണ് കേട്ടോ. നമ്മൾ ടൈം ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കും, കാരണം നമ്മളുടെ ടൈം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതാണ് ഇപ്രാവശ്യം ഉണ്ടായിരുന്ന എക്സാം. വലിയൊരു സീനില്ലേ. കഴിഞ്ഞ 2 കൊല്ലത്തെ പബ്ലിക് എക്സാം നോക്കുമ്പോൾ ഈ പ്രാവശ്യത്തെ ഫിസിക്സിൻ്റെ എക്സാം വലിയൊരു, കാരണം ആസ് എ ടീച്ചറായിട്ട് സംസാരിക്കുന്നതല്ല, നിങ്ങൾക്ക് പറയാം എന്താണ് അവസ്ഥ. ഇതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ടഫായിരുന്നോ? ഈ പണി വാളിയോ? ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതേണ്ടി വരുമോ? പൊട്ടോ എന്നുള്ള കേസൊക്കെ നിങ്ങൾ പറയാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ കീയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. സോ വലിയൊരു സീൻ
കോച്ചിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല മക്കളെ. ഇനി മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലസ് ടുവിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാവുക. അതുപോലെ തന്നെ ഫ്രീ ആവുന്ന സമയത്ത് NCERT ഇപ്പോൾ ബയോ എക്സാം ഉണ്ട്, അതൊക്കെ കഴിഞ്ഞാൽ NCERTയിലെ ക്വസ്റ്റ്യൻസ്, എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഇങ്ങനെ വെറുതെ ഒന്ന് ഫ്രീ ആകുമ്പോൾ ചെയ്ത് നോക്കാം കേട്ടോ. ഫുള്ള് ഇനി കറങ്ങാൻ പോകേണ്ട സമയമൊക്കെയാണ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ നിങ്ങളുടെ ലെവൽ തന്നെ മാറും. ക്വസ്റ്റ്യൻസിൻ്റെ ക്വാളിറ്റി മാറുമ്പോൾ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വാളിറ്റി മാറുമ്പോൾ നിങ്ങളതനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ലെവൽ മാറ്റാൻ നോക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ എന്ത് ലെവൽ വന്നു കഴിഞ്ഞാലും നമ്മളത് സ്കോർ ചെയ്യും എന്നുള്ള ലെവലിലേക്ക് പോകും. അല്ലാണ്ട് ഇമ്പോർട്ടൻ്റ് തന്നെ ചോദിക്കണേ എന്ന് ഞാൻ എഴുതി ആ പരിപാടി നിൽക്കല്ല കേട്ടോ. എന്ത് ലെവൽ വന്നാലും നമ്മളടിച്ച് തകർത്തിട്ടുണ്ടാകും എന്ത് ലെവലിലേക്ക് പോവുക. സോ നിങ്ങൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് സെഷനിൽ വീണ്ടും കാണാം മക്കളെ. ഓക്കെ, താങ്ക് യു.